ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഐ ആം മുനീർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പേഴ്സണലായിട്ടുള്ള ചില കാരണങ്ങളാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ചെറിയൊരു ഡിലേ വന്നതിൽ എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഊദ് അത്തറിനെ പറ്റിയാണ്. അത്തർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു അത്തർ തന്നെയായിരിക്കും ഊദ് കുവൈത്തി. അപ്പോൾ ഇന്ന് നമുക്ക് ഊദ് കുവൈത്തിയെ പറ്റി സംസാരിക്കാം. അതിനു മുമ്പ് ഊദ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ ഊദ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസിന്റെയും ലക്ഷറിയുടെയും ഒക്കെ ഒരു ഭാഗമാണ്. അതേപോലെ നാച്ചുറൽ അഗർവുഡിന്റെ തെറാപ്യൂട്ടിക്കും സ്പിരിച്വലുമായിട്ടുള്ള ബെനിഫിറ്റുകൾ കൂടെ കൂടുമ്പോൾ അതിനെ കൂടുതൽ പോപ്പുലർ ആക്കുന്നു. അതേപോലെ അതിന്റെ ലഭ്യത കുറവ് ഇതിനെ കൂടുതൽ എക്സ്പെൻസീവ് ആക്കുന്നു. എന്തായാലും സിന്തറ്റിക് ഊദ് അത്തർ ഓയിലുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ട് ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് ഊദിന്റെ സ്മെല്ല് മെയിൻ ആയിട്ട് ലഭിക്കുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഊദ് ഒരു നോട്ടായിട്ട് വരുന്നത്, അതായത് ഫ്ലോറൽ സിട്രസ് മസ്കി പോലെയുള്ള നോട്ടിന്റെ കൂടെ ഊതും ഒരു നോട്ടായിട്ട് വരിക. അങ്ങനെയുള്ള ചില പെർഫ്യൂം ഓയിലുകളുടെ പേരിന്റെ കൂടെയൊക്കെ ഊത് എന്നുണ്ടാവും, പക്ഷെ ഊദിന്റെ സ്മെല്ല് അത്ര പ്രോമിനന്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ലഭിക്കില്ല. ഈ ഒരു ടൈപ്പില് ഊദ് ലാവൻഡർ പോലെയുള്ള ഒരുപാട് അടിപൊളി പെർഫ്യൂം ഓയിലുകൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ഊദ് കുവൈത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ടൈപ്പിലാണ് വരിക. അതായത് ഊദിന്റെ സ്മെല്ല് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു അത്തറാണ് ഇത്. അതായത് നാച്ചുറൽ ഊദിന്റെ ആ ഒരു റിയൽ ഫീല് നമുക്ക് ഈ ഒരു അത്തർ ഉപയോഗിക്കുമ്പോൾ കിട്ടും. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഊദ് ഓയിൽ ആദ്യമായി ഒരാൾ സ്മെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും അതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. കാരണം അതിന്റെ ഓപ്പണിങ്ങിലുള്ള ആ ഒരു ഓയിലിനെസ്സും ആ ഒരു ബാഡ് ഒഡോറും ആ ഫേക്കൽ ടൈപ്പിലുള്ള സ്മെല്ലൊന്നും പെട്ടെന്ന് ഒരാൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനോടൊരു ഇഷ്ടം വരുന്നത്. അപ്പൊ നമ്മുടെ ഊദ് കുവൈത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കാങ്കിനെസ്സും ആ ഒരു ബാഡ് ഒഡോറൊന്നും അതിനില്ല. പക്ഷെ ഊദിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന്റെ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. ഒരു റിയൽ ഊദിന്റെ സ്മെല്ല് തന്നെയാണ് വരുന്നത്. ഒരു ഡാർക്ക് വുഡി ടൈപ്പിലുള്ള സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഒരു റിച്ച് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് അരോമയാണ് ഈ ഊദ് കുവൈത്തിയുടേത്. നല്ല ഒരു ഡാർക്ക് വുഡി സ്പൈസി സ്മോക്കി ടൈപ്പിലുള്ള ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. യെസ്, നല്ലൊരു ലക്ഷറി സ്മെല്ല് തന്നെയാണ്. ഡാർക്ക് വുഡി സ്പൈസി സ്മോക്കി ടൈപ്പിലുള്ള ഒരു സ്മെല്ലാണ് കിട്ടുക. ചെറിയൊരു അമ്പറിന്റെ ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്മെല്ല് വരുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇത് സ്മെല്ല് ചെയ്തപ്പോൾ എനിക്ക് ഇതിന്റെ സ്മെല്ല് അത്രയും കൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിച്ചപ്പോഴാണ് ഇതിനോടൊരു ഇഷ്ടം എനിക്ക് വന്നത്. ഞാനിത് അപ്ലൈ ചെയ്ത് പുറത്ത് ആളുകളുടെ ഇടയിലേക്ക് പോയപ്പോൾ എനിക്ക് രണ്ട് രീതിയിലുള്ള കമന്റുകളും കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള കമന്റും കിട്ടിയിട്ടുണ്ട്, അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റും കിട്ടിയിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ വളരെ അത്ര നല്ലൊരു പെർഫ്യൂം നല്ലൊരു സ്മെല്ല് അല്ല എന്ന രീതിയിലുള്ള കമന്റാണ് എന്നോട് പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളുടെ അടുത്തുനിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്മെല്ലിന്റെ ഒരു നാച്ചർ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും പേഴ്സൺ ടു പേഴ്സൺ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ഓരോ വ്യക്തിയുടെയും മൈൻഡ് ഡിഫറെന്റ് ആണ്. എന്തായാലും നല്ലൊരു ലക്ഷറി സ്മെല്ല് തന്നെയാണ്. നല്ല ഒരു വുഡി സ്മോക്കി സ്പൈസി അരോമയാണ് നമ്മുടെ ഈ പെർഫ്യൂം ഓയിലിന്റെ. ഹെവി പ്രൊജക്ഷൻ ആണ് വരുന്നത്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിന്റെ പ്രൈസ് ഞാൻ പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം വളരെ കോമൺ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഓയിലാണിത്. ഫോർ എക്സാമ്പിൾ 6 ml 250, 300, 350, 400 അങ്ങനെ പല റേറ്റിലാണ് ഈ ഒരു ഓയിൽ നമുക്ക് അവൈലബിൾ ആകുന്നത്. ഡിപ്പെൻസ് അപ്പോൺ ഗ്രേഡ് ആൻഡ് ക്വാളിറ്റി. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 2024 എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്യത്യസ്ത സുഗന്ധവുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.